വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയായുധത്തിൽ വെള്ളമില്ലല്ലോ വെളിച്ചമില്ലല്ലോ കാലം പോയായുധത്തിൽ ഒച്ചയില്ലല്ലോ ദോഷയില്ലല്ലോ കാലം പോയായുധത്തിൽ ഒച്ചയില്ലല്ലോ ദോഷയില്ലല്ലോ കാലം പോയായുധത്തിൽ ചെന്നിരിക്കാൻ മണ്ണുമില്ല പറന്നു വെക്കാൻ മരങ്ങളില്ല ഭൂമിയുമേ നല്ല വാതിൽ തുറക്ക വേണം. ഈ പാട്ടോടുകൂടി ഒരു നീണ്ട പാട്ടാണ്. എൻ്റെ പ്രിയ അനുജന് ഏതൊക്കെ പ്രതിബന്ധങ്ങൾ വന്നാലും നേരത്തെ പ്രതാപൻ പറഞ്ഞതുപോലെ ഒരു ചാൻസലർ വെട്ടിക്കളഞ്ഞാലും ഒരു തമ്പുരാക്കന്മാർ വിലക്ക് കൽപ്പിച്ചാലും മനുഷ്യഹൃദയങ്ങളിൽ മനുഷ്യന്റെ പാട്ടുകാരന് ഇടമില്ലാതിരിക്കുകയില്ല എന്ന് സ്നേഹതീരം പ്രഖ്യാപിക്കുന്ന ഈ നിമിഷത്തിൽ ഇവിടെ സാക്ഷിയാവാനുണ്ടായിരുന്ന ചാരിതാർത്ഥ്യം മാത്രം രേഖപ്പെടുത്തിക്കൊണ്ട് അഭിവാദ്യങ്ങളോടുകൂടി എൻ്റെ പ്രസംഗം അവസാനിക്കും. കാലുഷ്യങ്ങൾക്കും കലഹങ്ങൾക്കുമിടയിൽ ആത്മാവ് നഷ്ടപ്പെട്ട മനുഷ്യകുലത്തെ നോക്കി മാനവികതയുടെ സുഹൃത്ത് ചേർന്നകളെ ഓർമ്മപ്പെടുത്തിയ മലയാളത്തിൽ ഒരു പ്രചരണമില്ലാതെയാണ് ഇത്രയും ആളുകൾ വന്നത്. വേണം പാടുന്നുണ്ട് എന്ന് കേട്ടു കഴിഞ്ഞാൽ ഒരു പക്ഷെ അതായി മുഴുവനും നിറഞ്ഞു തെറ്റിയത്. പക്ഷെ വളരെ ലളിതമായി ചടങ്ങ് സംഘടിപ്പിച്ച PN ഉൾപ്പെടെയുള്ള സംഘാടകർ, പ്രിയദർശിനി ലൈബ്രറിയുടെ പ്രവർത്തകർ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് തന്നെയാണ് ഞാനും വന്നിരിക്കുന്നത്. വേദന കാണാൻ, വേദന കേൾക്കാൻ തന്നെയാണ് ഞാനും ഈ വേദിയിലേക്ക് കടന്നു വന്നത്. ഇങ്ങനൊരു അവസരം നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കി തന്ന പ്രിയങ്കരനായ TN പ്രതാപൻ അവർക്ക് ഈ നാടിന്റെ പേരിൽ ഹൃദയം നിറഞ്ഞ സ്നേഹാഭിവാദ്യങ്ങളും നന്ദിയും ഈ യോഗത്തിൽ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് ഇതുപോലെ ഒരു അവസരം അദ്ദേഹം ഏതാണ്ട് 16 വർഷം മുമ്പ് ഏതാണ്ട് 15 വർഷം മുമ്പ് ഇതുപോലെ ഈ തലക്കുളത്തുള്ള അവാർഡല്ല. ഞാൻ അന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ ആലോചിച്ചിരിക്കുന്ന പോലെ കേരള വിദ്യാർത്ഥി യൂണിയന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റായിരുന്നു. കേരളത്തിൽ സാധാരണ ഈ ക്യാമ്പുകൾ, പഠന ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്ന ചില സ്ഥിരം വേദികളുണ്ട്. ചിലപ്പം ചരൽക്കുന്നാവാം, ചിലപ്പോൾ അടൂരാവാം, ചിലപ്പോൾ തിരുവനന്തപുരത്താവാം. അതുപോലെ ചില സ്ഥിരം വേദികളുണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിക്കും. ആ സ്ഥിരം വേദികളെല്ലാം വിട്ട് ഈ കടലിന്റെ തീരത്തേക്ക് ഞങ്ങളെ സഹപ്രവർത്തകരെ, വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കൊണ്ടുവന്നു ഞങ്ങളുടെ അന്നത്തെ സംസ്ഥാന കമ്മിറ്റിയുടെ പഠന ക്യാമ്പിനോ ഈ തളിക്കുളവും സ്നേഹതീരവും പരിസര പ്രദേശങ്ങളും വേദിയാക്കി. ഈ വേദിയിലും സദസ്സിലും ഒട്ടേറെ ആളുകളുടെ മുമ്പിൽ വെച്ച ക്യാമ്പ് ഞങ്ങളുടെ സ്വാഗത സംഘം ചെയർമാനായി നിന്ന് നടത്തി തന്നു. ഞങ്ങളുടെയൊക്കെ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലത്ത് ഞങ്ങൾ ഓർക്കുന്ന കുറേ ദിവസങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ച മനോഹരമായ ഇടമാണ്. ഇതിൽ സ്നേഹതീരം എന്നതിലും നല്ലൊരു പേര് ഇതിൽ ഇടാനില്ല എന്നതുകൂടെ നമുക്ക് എല്ലാവർക്കുമാണ്. ആ സ്നേഹതീരത്ത് അന്ന് ക്യാമ്പിന് വേണ്ടി വന്നതിൻ്റെ ഓർമ്മ നമ്മൾ മഹാത്മാ അയ്യങ്കാളിയെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നു, മഹാനായ അംബേദ്കറെ സംബന്ധിച്ച് പ്രസംഗിക്കുന്നത്, നമ്മുടെ മുദ്രാവാക്യങ്ങളിൽ പറയുന്നത്, വാക്കുകളിൽ പറയുന്നത്, എഴുത്തിൽ, വരയിൽ, എല്ലാത്തിലും പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഈ കുറിക്ക് കൊള്ളുന്ന വാക്കുകളിലൂടെ അത് ആ വാക്കുകളിലൂടെ മനുഷ്യന്റെ കാതുകളിലൂടെ കേൾക്കുന്നത് ഹൃദയത്തിൽ നിന്ന് തലച്ചോറിലേക്ക് പോയി ആ തലച്ചോറിൽ നിന്ന് അവരുടെ കൈകാലിലേക്കും ചിന്തകളിലേക്കും ഒക്കെ പടരുന്ന തരത്തിലേക്ക് ആക്കി തീർക്കാൻ ഈ ചെറുപ്രായത്തിൽ ഈ മനുഷ്യനെ കുട്ടിക്ക് എന്നുള്ള നേരത്തെ അലങ്കോട് പറഞ്ഞതുപോലെ അല്ലെങ്കിൽ അശോകൻ സൂചിപ്പിച്ചതുപോലെ കഴിയുന്നുണ്ടെങ്കിൽ ഞാൻ പക്ഷെ അയാൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇന്റർവ്യൂ കാണാനിടയായി. വളരെ മനോഹരമായി തുറന്നു പറഞ്ഞത് മനുഷ്യർക്ക് സംഭവിച്ച എല്ലാ വീഴ്ചകളെയും തുറന്നു പറഞ്ഞിട്ട് അതിൽ നിന്ന് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധമായ ചില വാക്കുകൾ, വാചകങ്ങൾ നമ്മൾ കേൾക്കാനിടയായി. ഇവിടെ ഇനിയിപ്പോൾ മേഡം നമ്മളോട് പറയുന്നത് നമുക്ക് നമ്മുടെ ബോധം നശിക്കപ്പെട്ട ബോധത്തിന്റെ അവസ്ഥയിൽ നമുക്കുണ്ടാവുന്ന ലഹരികളല്ല, പ്രഷറുകളല്ല, നേരെ മറിച്ച് സ്വബോധത്തോടെ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ ചുറ്റുപാടിന് കേൾക്കുന്ന പാട്ടും കാണുന്ന നൃത്തവും അതുപോലെ തന്നെ വരികളും അതൊക്കെയാണ്, അല്ലെങ്കിൽ മനോഹരമായ കായിക മുഹൂർത്തങ്ങളും അതൊക്കെയാണ് നമുക്ക് ലഹരിയായി മാറേണ്ടത് എന്ന് തന്നെയാണ്. അപ്പൊ ബോധം നശിച്ചിട്ടല്ല വേടന്റെ വാക്കുകൾ നല്ല ബോധത്തോടെ നല്ല ഉയർന്ന ചിന്തയുടെ ഭാഗമായിട്ടാണ് വേടന്റെ വാക്കുകൾ വരികളാക്കപ്പെടുന്നത്, അത് പാട്ടുകളായി മാറുന്നത് നമുക്കറിയാം. ഈ ചെറിയ പ്രായമുണ്ട്,
അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശങ്ങളിലൂടെ വ്യക്തമാവുക. അതിനെ ഏറ്റെടുക്കാൻ യുവത തയ്യാറാണ്. യുവതയുടെ രാഷ്ട്രീയ ബോധത്തിൽ സംശയങ്ങൾ ഉന്നയിക്കുന്നവർ, അവർക്ക് ചുറ്റുപാടിലേക്ക് കണ്ണയക്കാനുള്ള കഴിവുകളില്ല എന്ന് കരുതുന്നവർ, അവരുടെ ലോകം ആനന്ദ സ്നേഹിന്റെ വ്യാപനത്തിനപ്പുറത്തേക്ക് ഒന്നുമില്ല എന്ന് പരാതിപ്പെടുന്നവരുടെ മുമ്പിലേക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ വരികൾക്ക് അഭിമുഖമായി നിൽക്കുമ്പോൾ അപ്പുറത്ത് അയ്യങ്കാളിയുടെ ചിത്രം ഉയർത്തി കാണിക്കാനുള്ള രാഷ്ട്രീയ ബോധത്തെ അതിനെ ഉൾക്കൊള്ളുന്ന യുവതയുടെ ഒരു വലിയ പ്രചോദനമായിട്ട് ഈ ചെറുപ്പക്കാർക്ക് തുടരാൻ കഴിയട്ടെ. അദ്ദേഹത്തിന്റെ പാട്ടുകൾ നിലക്കാത്ത തിരമാലകൾ പോലെ മനുഷ്യന്റെ തലച്ചോറിനെയും ഹൃദയത്തെയും കാതുകളെയും അതിന്റെ തീരങ്ങളെയും ഇനിയും തേടിയെത്തട്ടെ. അഭിമാനത്തോടെ ഈ നാടിന്റെ മലയാളിയുടെ വേടന് നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട്